ഔദ്യോഗിക പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്യുന്നത് മതപരമായി നിഷിദ്ധമാണെന്ന് സൗദി ഉന്നത പണ്ഡിത സഭ. അനുമതിയില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നത് പാപമാണെന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പണ്ഡിത സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സൗദി ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെ 19ഓളം പ്രമുഖ പണ്ഡിതന്മാരാണ് ഈ സുപ്രധാന പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയ ഹജ്ജ് നിയന്ത്രണങ്ങൾക്ക് മതപരമായ വലിയ പ്രാധാന്യമുണ്ടെന്ന് പണ്ഡിത സഭ വ്യക്തമാക്കുന്നു. ഹജ്ജ് പെർമിറ്റ് അഥവാ തെസ്രീയില്ലാതെ പുണ്യഭൂമിയിലേക്ക് വരുന്നത് ഭരണാധികാരികളുടെ ഉത്തരവിനെ ലംഘിക്കലാണ്. ഇത് ഇസ്ലാമിക നിയമപ്രകാരം വലിയ പാപമാണെന്ന് കൌൺസിൽ ഓർമ്മിപ്പിച്ചു. സൗദി ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെ സഭയിലെ 19 പ്രമുഖ പണ്ഡിതന്മാരാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ്, ഷെയ്ഖ് സാലിഹ് ബിൻ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുള്ള ആലു ഷെയ്ഖ്, ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് തുടങ്ങി ലോക പ്രശസ്തരായ പണ്ഡിതർ ഇതിൽ ഉൾപ്പെടുന്നു. ഹജ്ജ് പെർമിറ്റ് ലഭിക്കാത്തവർ ഹജ്ജ് നിർവഹിക്കാൻ ശേഷിയില്ലാത്തവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഇസ്ലാമിലെ 5ാം കടമയായ ഹജ്ജ് നിർബന്ധമാകാൻ ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയോടൊപ്പം നിയമപരമായ അനുമതിയും വേണമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജിനെത്തുന്നത് വലിയ തിരക്കിനും തിക്കും മൂലമുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മറ്റൊരാളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം പ്രവർത്തികൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ആഭ്യന്തര മന്ത്രാലയം, ഹജ്ജുംറ മന്ത്രാലയം എന്നിവർ സമർപ്പിച്ച സുരക്ഷാ സേവന റിപ്പോർട്ടുകൾ വിശദമായി പഠിച്ച ശേഷമാണ് കൌൺസിൽ ഈ തീരുമാനമെടുത്തത്. വിശ്വാസികൾ ഹജ്ജിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും ഭരണകൂടത്തിന്റെ ക്രമീകരണങ്ങളോട് സഹകരിച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.